ഡോക്ടർ സൗമ്യ സരിനെതിരെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ അറ്റാക്ക് നടക്കുകയാണ്. ഡോക്ടർ സൗമ്യ മാസങ്ങൾക്ക് മുന്നേ തുർക്കി സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിരുന്നു. അതും കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ആക്രമണം നടക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തീവ്ര ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകളെ ആക്രമിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ ഷിബിലി ചോദിച്ച വാക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊരു നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെയെങ്കിലും ഒരു ദേശീയതയിൽ നിന്ന് തീവ്ര ദേശീയതയിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ തീവ്ര ദേശീയതയിലേക്ക് മാറുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമുക്കറിയാലോ, ഇപ്പോൾ ഒരു മന്ത്രിയായ ഒരാൾ കൃത്യമായിട്ട് സോഫിയ ഖുറേഷിയെക്കുറിച്ച് പറഞ്ഞത് ഭീകരരുടെ സഹോദരി എന്നാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, 8 തവണ MLA ആയ, പലതവണ മന്ത്രിയായ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ച് ഇത്ര വലിയ ആക്രമണം ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ തീവ്ര ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം ഉയർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരുടെ കുഴപ്പങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷിബിലി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു കാര്യം സൗമ്യ സരിനെയാണ്. സൗമ്യ സരിൻ ആരാണ്? ഞാൻ സൗമ്യ സരിനെ അനുകൂലിക്കുന്നതോ ഒരാളല്ല. ഞാൻ അവരുടെ വീഡിയോകളൊക്കെ തന്നെ കാണാറ് പോലുമില്ല. പക്ഷേ പലപ്പോഴും അവരിപ്പോൾ കഴിഞ്ഞ പാലക്കാട് വന്ന് തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള ചില പ്രകടനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വളരെ എതിർത്തുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ പറയാം, സൗമ്യ സരിൻ ഇത് പോയിട്ടുള്ളത് മാർച്ചിലാണ്. ഈ മാർച്ചിലാണ് പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതൊരു ന്യായീകരണമാണെന്ന് നിങ്ങൾ കണക്കൂട്ടരുത്. ഇനിയും അവരിപ്പോൾ തുർക്കിയിൽ പോയി ഒരു സ്ഥലം കാണണമെന്ന് വിചാരിച്ചാൽ അതൊരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് തുർക്കിയിലേക്ക് പോയാലുള്ള കുഴപ്പമെന്നേ? ഇസ്താംബുളിലേക്കോ തുർക്കിയിലേക്കോ ഒരാളിപ്പോൾ യാത്ര പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അതിൻ്റെ പ്രശ്നം, ഇപ്പം തുർക്കി എന്ന് പറയുന്നതും അസർബൈജാൻ എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ പാകിസ്ഥാനെ അനുകൂലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അനുകൂലിച്ചു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് തുർക്കിയിലെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ നമ്മൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഇന്ത്യ രാജ്യമൊക്കെ വന്നു. അതൊക്കെ ഒരു ദേശീയതയുടെ ഭാഗമായിട്ട് നമ്മൾ കണക്കൂട്ടാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇനി ആരെങ്കിലും ഒരു തുർക്കിയിലേക്ക് പോയാൽ തന്നെ നമ്മൾ അവരെ ആക്രമിക്കും, അല്ലെങ്കിൽ ഈ പഹൽഗാം അറ്റാക്കിന് മുമ്പ് പോയ ആളെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള വെറും ഈ പറയുന്ന പോലെ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം മാത്രമാണ്. ഞാനും ഷിബിലിയോട് തുറന്നു പറയാം, ഇപ്പം പോലും ഇനി ഒരാൾ തുർക്കി പോയി എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ മോശമായിട്ട് കാണേണ്ട കാര്യമൊന്നും ഇല്ല. രാജ്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ നയതന്ത്രപരമായിട്ട് ചില പല കൊടുക്കൽ വാങ്ങലുകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ ഇനി ഒരാൾ പോകില്ലേ? അതെന്താ പറയാത്തത്? അപ്പോൾ ഇതൊക്കെ വെറും ഈ പറയുന്ന ഒരു തീവ്ര ദേശീയതയിലേക്ക് നമ്മുടെ ജനത്തിനെ മുഴുവൻ കൊണ്ടുപോകാനും അതുവഴി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനും നടത്തുന്ന ചില ഗിമ്മിക്കുകളും ചില പരിപാടികളും മാത്രമാണ്. അതിൻ്റെയൊക്കെ അപകടം എന്താണെന്നറിയാമോ? ഈ തീവ്ര ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ ഫാസിസ്റ്റുകൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണതയുള്ള ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിപ്പോൾ ബെനറ്റോ മുസോളിനി ആണെങ്കിലും അഡോൾഫ് ഹിറ്റ്ലർ ആണെങ്കിലും നിരവധി രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള പല പ്രകടനങ്ങളും നമ്മൾ കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു രാജ്യത്ത് ഭരണത്തിലേറാൻ ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആയുധമാണ് ഇവരെ എല്ലാവരെയും തന്നെ, അതായത് ഒരു 98% പേരെയും ഒന്നിപ്പിക്കാൻ അല്ലെങ്കിൽ 99% പേരെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരു തീവ്ര ദേശീയതയൊക്കെയാണ്. ഇപ്പോൾ ബ്രിട്ടനിൽ അങ്ങനെ നമുക്കറിയാം, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുണ്ട് യുദ്ധം നേരിടാൻ വേണ്ടി. ആ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വിൻസ്റ്റൺ ചർച്ചിൽ തോറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ നിങ്ങൾ അറിയേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഓൾ പാർട്ടി ഗവൺമെൻറ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അധികാരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ചാൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്പ്ലിറ്റും യുദ്ധവും എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ തീവ്ര ദേശീയത എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉള്ളത്, നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹം വേണം, ആ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല, അങ്ങനെ സ്നേഹം ഉണ്ടാവണം, ഏതൊരു മനുഷ്യനും ഉണ്ടാവണം. കാരണം ഓക്കെ, പക്ഷേ എങ്കിൽ പോലും അതുകൊണ്ട് നമ്മൾ അപ്പുറത്തൊരു രാജ്യത്തെ ഒരാളെ വെറുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെറുപ്പുണ്ടാവുക എന്ന് പറയുന്നത് ഈ തീവ്ര ദേശീയതയുടെയൊക്കെ ഒരു ലക്ഷണം ആണ്. അപ്പോൾ ആ ലക്ഷണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആലുവയിൽ തന്നെയുള്ള കുറച്ച് പേർ ഞങ്ങൾ തുർക്കിയിലേക്ക് പോകാൻ വേണ്ടി 10 ലക്ഷം രൂപ മുടക്കിയിരുന്നു, അത് യാത്ര ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു, കാരണം അതിനേക്കാൾ വലുത് രാജ്യമാണെന്ന് തോന്നുന്നു. അവരുടെ ആ തീരുമാനത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, അതുപോലെ മതിക്കുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം നാളെ ഒരാൾ തുർക്കിയിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ചൈന ഇവരെ സപ്പോർട്ട് ചെയ്തില്ല, അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു നയതന്ത്ര പ്രതിനിധിയും ഇനി ചൈനയ്ക്ക് പോകില്ലേ? ഇനി ചൈനയിൽ നിന്ന് ഏതെങ്കിലും മന്ത്രിമാർ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് വരണ്ടെന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഇപ്പം തുർക്കിയോട് ഇങ്ങനെ പ്രതിഷേധം കാണിക്കുന്നു, നമ്മളെന്താ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞത്
ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു പ്രതീതി മാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കോൺഗ്രസ് ഓഫീസ് അവിടെ തുറന്നിരുന്നുള്ള പ്രചരണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സാർ ഇപ്പോൾ അത് വലിയൊരു വിഷയമായി വരികയാണ്. കോൺഗ്രസിന് തുർക്കിയിൽ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞൊരു വിവാദം, അത് ശരിക്കും അത് ഫാക്ടിക്കിലൂടെ ഇല്ലെന്ന് തെളിഞ്ഞു. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫാക്ട് ചെക്കിലൂടെ അതില്ലെന്ന് തെളിഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ സംഭാഷണത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അത്തരത്തിലൊരു കാര്യം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. തുർക്കിയിൽ വലിയ തോതിലുള്ള ഒരു ഓഫീസ് തുറന്നു എന്നുള്ളത് ആരാണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് അർണബ് ഗോസ്വാമിയാണ്. അർണബ് ഗോസ്വാമി അത് വായിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്ന പുറകിലിരിക്കുന്ന റിസർച്ച് ഡെസ്കിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു വിവരം അദ്ദേഹം കുറച്ചൊന്ന് പരിങ്ങിയാണ് വായിക്കുന്നത്. സാധാരണ അദ്ദേഹം അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അർണബ് ഗോസ്വാമി പറയുന്ന ആദ്യത്തെ നുണയൊന്നും അല്ല ഇത്. കാരണം തുർക്കിയിൽ അദ്ദേഹം ഒരു ഓഫീസ് തുറന്നിരിക്കുന്നു എന്ന് പറയുന്നു, അതിൻ്റെ പുറകിൽ കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞൊരു ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്നതും അതുപോലെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP എന്ന് പറയുന്നതുമായിട്ടുള്ള പല സംഘടനകൾക്കും, ഈവൻ CPM അടക്കമൊക്കെ തന്നെ ഇത്തരത്തിൽ പല രാജ്യങ്ങളിലും ഓവർസീസിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകൾ ഉണ്ട്. അവർക്കെല്ലാം തന്നെ പല സ്ഥലങ്ങളിലും ഓഫീസ് ഉണ്ട്. ആ ഓഫീസ് ഉള്ളത് കൊണ്ടിട്ട് ഉടനെ തന്നെ CPM ഇപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു തവണ എന്ത് ചെയ്ത് പ്രതിനിധികൾ ഇവിടെ അയക്കാറുണ്ട്. ആ പ്രതിനിധികളെ അയച്ചിട്ടുള്ള ഒരാളെയാണ് പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് എന്ത് ചെയ്തത്, അദ്ദേഹം ഒരു കേസിൽ പെട്ടതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് CPM ഒഴിവാക്കിയത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊലിപ്പിച്ച് കാട്ടുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ബൈ ചെയ്യാനും അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ ആളുകളുള്ളത് ഒരു രാജ്യത്തെ കുറെ കൂടി അപകടത്തിലേക്ക് നയിക്കും. കാരണം ഇത് ഇത്തരത്തിലുള്ള, ഒന്നാമത് ഈ പറഞ്ഞത് നുണയാണ്. ഇനി രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഓഫീസ് ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലെന്നേ. കോൺഗ്രസ് ഇപ്പോൾ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുർക്കി നമുക്കെതിരെ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ പോയി അവിടെ ഓഫീസ് തുറന്നിരിക്കുകയല്ലോ, പകരം അതിന് മുൻപേ അവിടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ ഇയാൾ ഇന്നതുപോലെ നമ്മളോട് പെരുമാറും എന്ന് വിചാരിച്ചിട്ട് നമുക്കവിടെ ഓഫീസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നയതന്ത്രപരമായിട്ട് പല ബന്ധങ്ങളും ഒക്കെ ചിലപ്പോൾ മാറിയും മറിഞ്ഞും ഒക്കെ വന്നേക്കാം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ 1 ഓയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയോടുള്ള നിലപാടല്ലല്ലോ ഇപ്പോൾ 2 ഓയിലുള്ളത്, ആണോ? അല്ല. അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളിലും പലതരത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ തന്നെ വന്നേക്കാം. പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോൾ ഈ രാജ്യസ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ തീവ്രദേശീയതയോ, രാജ്യസ്നേഹം എന്ന് പറയുന്നത് വിളിക്കാൻ പറ്റില്ല, തീവ്രദേശീയതയുടെ മറവിൽ ഈ പറയുന്ന കോൺഗ്രസിന് അടിക്കാനുള്ള ഒരു വടിയായി കണക്കൂട്ടാണ്. ഇനി അർണബ് ഗോസ്വാമിയുടെ ഒക്കെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഷിബിലി? അർണബ് ഗോസ്വാമി ഒരു തവണ അദ്ദേഹത്തിൻ്റെ കാറാരോ ആക്രമിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം കിടന്ന് അലറി വിളിക്കുന്നത് ഞാൻ നേരിട്ടേണ്ടതാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. കാരണം ടൈംസ് നൗവിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് അത് നമ്പർ 1 ആയത്, അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് റിപ്പബ്ലിക് TV തുടങ്ങിയപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് ഒരു ഇന്ത്യയിലെ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ ബാർക്ക് റേറ്റിംഗിൽ ഫസ്റ്റിലേക്ക് എത്തിയിരുന്നു. ആ എത്തിയതിന് ശേഷം അത് ചില ബാർക്ക് റേറ്റിംഗ് മാനിപ്പുലേറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, കാരണം ചില പണം കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ അടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പണം കൊടുത്തതാണ് എന്നൊന്നും ഞാൻ ഇനിയിപ്പോൾ അതുകൊണ്ട് മാത്രമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അർണബ് ഗോസ്വാമിക്കൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരാൾ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ ആ വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള ചില അസത്യങ്ങൾ കൂടി ഇപ്പം ഇന്ത്യയിൽ വിൽക്കുകയും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇനി എന്നെ അതിനകത്ത് പേടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? ഇപ്പം അവരുടെ ഒരു ഹിന്ദി ന്യൂസ് ചാനലാണ് ഇതുപോലെ നമ്പർ 1 ആകുന്നതെങ്കിൽ നമ്മളധികം പേടിക്കണ്ട. എന്താ കാര്യം? ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ എഴുതാനൊന്നും അറിയാൻ പാടില്ലാത്ത, പക്ഷേ ഹിന്ദി കേട്ടാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഇതിൻ്റെ താഴെയോ ഉള്ള നിരവധി പേരാണ് ഈ ചാനൽ കാണുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. കാരണം എന്താ? ഇത് ടൈംസ് നൗ പോലെ അല്ലെങ്കിൽ റിപ്പബ്ലിക് TV പോലെ ലൈവ് പോലെയുള്ള ചാനലുകൾ ഇംഗ്ലീഷ് ന്യൂസ് ചാനലാണ്. അപ്പോൾ അവർക്ക് ഹിന്ദി ഉണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ ഒന്നാമത് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയക്കണം. കാരണം എന്താ? ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എബോവ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായി അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ ഇരുന്ന് ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഇംഗ്ലീഷ് അറിയുന്ന ആളായിരിക്കില്ല. കാരണം കുറേ കൂടി നന്നായി ഇംഗ്ലീഷ് അറിയുന്ന ആളുകളായിരിക്കും. അവർ കുറച്ചുകൂടി ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം കുറേ കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരാണിത് കഴിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർ പോലും വിശ്വസിക്കുന്ന രീതിയിൽ അർണബ് ഗോസ്വാമി കിടന്ന് അലറി വിളിച്ചെന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ കാർ അദ്ദേഹവും ഭാര്യയുമായിട്ട് പോകുമ്പോൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അർണബ് ഗോസ്വാമി വിളിച്ചു പറയുന്നത് സോണിയാഗാന്ധി അയച്ചതാണെന്നാണ്. ആര്? അർണബ് ഗോസ്വാമിയെ ആക്രമിക്കാൻ വേണ്ടി ഗുണ്ടകള
സോണിയാഗാന്ധി അയച്ചാണ്, വാദ്ര കോൺഗ്രസിൻ്റെ ആളുകൾ അയച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കിടന്ന് ഒച്ചെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തീർത്തും പക്ഷപാതപരമായ ന്യൂസ് അവതരണമാണ് അതിനകത്ത് നടക്കുന്നത്, ഒരു സംശയമില്ല. കാരണം കോൺഗ്രസിനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും ഈ ഇന്ത്യ ഈ പറയുന്ന ദേശീയതയൊക്കെ ഉണർത്തുന്ന കുറേ കൂടി കാര്യങ്ങൾ അദ്ദേഹം പറയുകയും അത്തരത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള നറേറ്റീവ് ഈ പറയുന്ന വലതുപക്ഷ കക്ഷികൾക്ക് വേണ്ടി, ബി ജെ പിക്കൊക്കെ വേണ്ടി ബിൽഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അർണബ് ഗോസ്വാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞൊക്കെ അങ്ങേറ്റം അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഏത് തുർക്കിയിലൊരു ഓഫീസ് ഉണ്ട് എന്നുള്ളത്. അതിനെതിരെ ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒക്കെ അമിത് മാളവ്യ എന്ന് പറയുന്ന ബി ജെ പിയുടെ IT സെൽ മേധാവി അതെടുത്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബലപ്പെട്ട ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറിയുന്ന ഒരു, അതായത് എബവ് മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സോ ആയിട്ടുള്ള കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൂടി ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ റീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു തീവ്ര ദേശീയതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് ഭയപ്പെടുത്തേണ്ട കാര്യമാണ്.